മനുഷ്യർക്കുണ്ടാകുന്ന അസുഖങ്ങളിൽ 80% ജീവിതശൈലി രോഗങ്ങളാണ്. ഈ ജീവിതശൈലി രോഗങ്ങളിൽ തന്നെ ഒന്നാമനെന്ന് പറയാവുന്നത് അമിതവണ്ണമാണ്. കാരണം അമിതവണ്ണം തന്നെ ധാരാളം അസുഖങ്ങൾക്ക് കാരണമാകുന്നുണ്ട്, ഇൻക്ലൂഡിങ് ക്യാൻസേഴ്സ്. അമിതവണ്ണം നമ്മൾ ചികിത്സിക്കുന്നത് അതിൻ്റെ ഡിഗ്രി അനുസരിച്ചിട്ടാണ്. മൈൽഡ് അമിതവണ്ണമാണെന്നുണ്ടെങ്കിൽ നമ്മളുടെ ജീവിതശൈലി മാറ്റി ഡയറ്റ്, എക്സസൈസ്, മരുന്നുകൾ എന്നിവ കൊണ്ട് നമുക്ക് ചികിത്സിക്കാം. സിവിയർ അമിതവണ്ണമാണെന്നുണ്ടെങ്കിൽ ബെറിയാട്രിക് സർജറി അല്ലെങ്കിൽ മെറ്റബോളിക് സർജറി അല്ലാതെ വേറെ മാർഗമില്ല. ബെറിയാട്രിക് സർജറി കഴിഞ്ഞിട്ടുള്ള ആൾക്കാർക്കും പഠനങ്ങൾ തെളിയിക്കുന്നത് 30% ഇങ്ങനെയുള്ള ആൾക്കാർ രണ്ടാമത് വെയിറ്റ് റീഗെയിൻ ചെയ്യുന്നുണ്ട് ഒരു 5-7 വർഷം കഴിയുമ്പോൾ. ഇനിഷ്യലി അവർ വെയിറ്റ് കുറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്ത് മെയിനായിട്ട് കണ്ടുവരുന്നത് ഈ പേഷ്യൻസ് ലൈഫ് സ്റ്റൈൽ ചേഞ്ച് ചെയ്യാത്തതാണ്. അമിതവണ്ണം എന്ന് പറയുന്ന ഒരു ജീവിതശൈലി രോഗമാണ്. നമ്മൾ ആ ജീവിതശൈലി മാറ്റുവാനായിട്ടാണ് ഈ സർജറി ചെയ്തിരിക്കുന്നത്. സോ ദേ ഹാവ് ടു ചേഞ്ച് ദർ ലൈഫ് സ്റ്റൈൽ. ഇങ്ങനെ ഈ റീഗെയിനിങ് വെയിറ്റ് ആയിട്ടുള്ള രോഗികളിൽ ഒരു 99% രോഗികൾ അവർ എക്സസൈസ് സ്റ്റോപ്പ് ചെയ്തിരിക്കും. അവരുടെ ആഹാര രീതികൾ അവർ പിന്നെയും പഴയതുപോലെ തന്നെ ഡയറ്റീഷ്യൻസിൻ്റെ നിർദ്ദേശം അനുസരണം അല്ലാതെ അവർ സ്റ്റാർട്ട് ചെയ്തിരിക്കും. അപ്പോൾ നമ്മൾ പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ടത് ഇതൊരു ലൈഫ് സ്റ്റൈൽ ഡിസീസാണ്. ഈ ലൈഫ് സ്റ്റൈൽ ഡിസീസ് ചേഞ്ച് ചെയ്യാനായിട്ടാണ് നമ്മൾ സർജറി ചെയ്തിരിക്കുന്നത്. അപ്പോൾ ലൈഫ് സ്റ്റൈൽ ഡിസീസ് ചേഞ്ച് ചെയ്തില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു പ്രൊലോങ്ഡ് ആയിട്ടുള്ള ഒരു റിസൾട്ട് കിട്ടില്ല. അപ്പോൾ നമ്മൾ ഫിസിക്കൽ ആക്ടിവിറ്റി ഷുഡ് ബി എ പാർട്ട് ഓഫ് യുവർ ലൈഫ്. ഡയറ്റ്, നമ്മൾ എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ ഡയറ്റീഷ്യനിലേക്ക് ചോദിച്ചിട്ട് നമ്മൾ ഡയറ്റ് ക്രമീകരിക്കുക. അതേപോലെ തന്നെ കാലാകാലങ്ങൾ ഒരു 1 in 6 months ഒക്കെ നമ്മൾ ബ്ലഡ് ചെക്ക് ചെയ്യുക. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ നിങ്ങളുടെ ഡോക്ടറുമായിട്ട് നിങ്ങൾ ബന്ധപ്പെടുക.